പൊന്നാര മക്കളെ മീൻ പിടിക്കുകയാണെങ്കിൽ ഇതുപോലെ പിടിക്കണം. ഇവരൊക്കെ തലേദിവസം എത്തിയിട്ടുണ്ട്. നമ്മളെത്തിയ രാവിലെ 8 മണി. നമ്മളെത്തിയപ്പോഴും തന്നെ ഇവര് മീൻ പിടിക്കാനുള്ള വലയൊക്കെ വളഞ്ഞ് പകുതിയായി. ഈ ഒരു കോറി ഫുള്ള് മീനുണ്ട്. പക്ഷേ ഇതിന്റെ പകുതി മാത്രം പാർട്ടീഷൻ ചെയ്തിട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തത്. മീൻ പിടിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ത്രില്ലിംഗ് ഉള്ള കാര്യമാണ്. അത് ഏത് രീതിയിലാണെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ പ്രവാസി മീൻ പിടിക്കാൻ പല മെത്തേഡും ഉണ്ട്. പക്ഷേ ഇത് ചുറ്റിനും വല വളഞ്ഞിട്ട് അത് ചുരുക്കി ചെറുതാക്കി അടുപ്പിച്ച് കൊണ്ടുവന്നിട്ട് പിടിക്കുന്ന മെത്തേഡാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ച്. ഇത് നമ്മളെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആയിട്ടുള്ള ഈ ചങ്ങായും കുറച്ച് സുഹൃത്തുക്കളും കൂട്ടിയിട്ടുള്ള ബിസിനസ് ആണ്. ഇവനും പണ്ട് പ്രവാസിയാണ്. പിന്നെ കൊടും ചൂട് സഹിക്കാതെ വന്നപ്പോൾ റൂമിൽ ആരോ പറഞ്ഞിട്ട് ഇതിലും നല്ല നാട്ടിൽ പോയിട്ട് കൃഷിപ്പണി തന്നെയാണ്. ഇപ്പൊ ഇവന് എവിടെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടല്ലോ അവിടെ കൊണ്ട് 4 മീനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏരിയ തന്നെ ഏകദേശം 6ഓളം സ്ഥലങ്ങളിൽ ഇവൻ ഈ പരിപാടി ഈ കോറിന്റെ പകുതി ഏരിയയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. നമുക്ക് പെട്ടെന്ന് പിടിച്ച് തീർത്ത് പോവാ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾക്ക് ആ പ്രതീക്ഷയൊക്കെ തെറ്റി. സാധനം ഇതിനൊക്കെ 1 കിലോയിൽ തൂക്കം കുറവുള്ള മീനൊക്കെ റിട്ടേൺ തന്നെ കേട്ടോ. കാരണം അത് അടുത്ത പ്രാവശ്യം വലുപ്പത്താൻ വേണ്ടി ഈ മീൻ എടുക്കുന്ന കോറിയിലേക്ക് താഴെ വരെ വണ്ടി വരാത്തോണ്ട് ഈ വണ്ടിയിലാട്ടോ ആ വലിയ വണ്ടിയിലേക്ക് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1/2 കിലോമീറ്റർ അപ്പുറത്താണ് വലിയ വണ്ടി. ഈ പോണത് 5ാമത്തെ ട്രിപ്പാണ്. വലിയ വണ്ടിന്റെ അടുത്ത് ലോഡ് ഇറക്കിയതിനു ശേഷം അവരാണ് കറക്റ്റ് ബോക്സിലാക്കി തൂക്കി ഐസ് ഇട്ട് ഇത് പേക്ക് ചെയ്യും. സംഭവം ഇതിന്റെ കൂടെ കൂടിക്കൊടുക്കാനും ഇതൊക്കെ നോക്കി നിൽക്കാനൊക്കെ ഭയങ്കര രസമുള്ള കാര്യം. വിശക്കുന്നത് വരെ വിശന്ന് കഴിഞ്ഞാൽ പിന്നെ വിശപ്പടിക്കിട്ടേ വേറെ എന്ത് പരിപാടിക്കും. പണിയെടുത്ത് വിശക്കുന്നവരുടെ ദേശീയ ഭക്ഷണമായ പൊറാട്ടയും കഴിയും. വീണ്ടും സെയിം പരിപാടി റിപ്പീറ്റ്. ഇതിൽ കൂടുതലും പ്രവാസികളായിരുന്ന ആൾക്കാർ. പിന്നെ ഞങ്ങൾ ലീവിന് പോയ 4 പേര്. എന്തായാലും ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. ഈ ഒരു കോറിന്റെ പകുതി ടാർഗറ്റ് ചെയ്ത് ഞങ്ങൾക്ക് അതിന്റെയും പകുതി അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. 4 മണി ആയപ്പോഴേക്കും ഉച്ചക്കേക്കുള്ള ഭക്ഷണവും കഴിച്ചു എല്ലാവരും. പിന്നെ വീഡിയോന്റെ ഫസ്റ്റ് പറഞ്ഞ ആ ത്രില്ലിംഗ് ഒക്കെ 2 വണ്ടി ലോഡ് ഫുള്ള് കയറ്റി. അവര് നാളെയും പിടിക്കുന്നുണ്ട്. നമ്മൾ കൂട്ടാൻ പക്കാൻ മീനായിട്ട് സ്കൂട്ടായിട്ടോ.